ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇഡി റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 21 ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. പത്മകുമാർ, വാസു, തന്ത്രി, ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിലും തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും അടക്കം ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണ്. സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ഈ ഇഡിയുടെ അന്വേഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല. ഇനി മറ്റെല്ലാ തലങ്ങളിലേക്കും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രതികളുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലേക്കും ഈ അന്വേഷണം പുരോഗമിക്കും. അതോടൊപ്പം തന്നെ ഈ മറ്റെല്ലാ തലങ്ങളിലേക്കും അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ ഈ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധം, അതോടൊപ്പം തന്നെ ഇവരുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ എല്ലാത്തിലേക്കും തന്നെ അന്വേഷണം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? തീർച്ചയായും അത്തരം നീക്കമുണ്ടാവും. ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ദൃശ്യങ്ങളാണ് ആദ്യം കാണുന്നത്. അവിടെ നോക്കൂ, കേന്ദ്രസേന ത്തിൻ്റെ കാവലിലാണിപ്പോൾ പരിശോധന, ഇഡിയുടെ പരിശോധന നടക്കുന്നത്. ഇഡിയുടെ പരിശോധനയ്ക്ക് പലപ്പോഴും കേന്ദ്രസേന CSFൻ്റെ കരുതലുണ്ടാവാറുണ്ട്, സെക്യൂരിറ്റി ഉണ്ടാവാറുണ്ട്. എവിടെയും സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അതിരാവിലെ തന്നെ പരിശോധന നടക്കുന്നു എന്നതാണ് സാഹചര്യം. തിരുവനന്തപുരം നന്തൻകോട്ടെ ദേവസ്വം ബോർഡ് ആസ്ഥാനമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെയാണിപ്പോൾ പരിശോധന നടക്കുന്നത്. അതേസമയം തന്ത്രി കണ്ഠര രാജീവരുടെ വീട്ടിൽ പരിശോധന, പത്മകുമാറിൻ്റെ വീട്ടിൽ പരിശോധന, N വാസുവിൻ്റെ പേട്ടയിലെ വീട്ടിൽ പരിശോധന നടക്കുന്നു. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലും പരിശോധന. ഇങ്ങനെ 21 ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ പ്രധാനപ്പെട്ട നീക്കമാണ് ഇഡി ആരംഭിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ ഇഡിയുടെ ഈ അന്വേഷണ നീക്കങ്ങൾ വളരെ സുപ്രധാനമാണ്. കാരണം SITയുടെ അന്വേഷണത്തിന് സമാന്തരമായി വേഗത്തിലുള്ള നടപടികളുമായി ഇഡി കൂടി രംഗത്ത് വരികയാണ്. പ്രാഥമിക വിവരശേഖരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയതാണ്. കാരണം നിലവിൽ SIT ശേഖരിച്ച രേഖകൾ, മൊഴി, വിശദാംശങ്ങൾ ഇതൊക്കെ ഇഡിയുടെ കൈവശവും എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ആ വിവരശേഖരണത്തിൻ്റെയും ആദ്യവട്ട അന്വേഷണത്തിൻ്റെയും തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇഡിയുടെ നീക്കം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശബരിമല സ്വർണ്ണക്കടത്തിൽ അതിസുപ്രധാനമായ നീക്കം കേന്ദ്ര ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്നു. ഇതുവരെ SIT നടത്തുന്ന അന്വേഷണത്തിനും അപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നലെ ഏറ്റവും പുതിയ റിപ്പോർട്ട് കോടതിയിൽ വന്നതിന് തൊട്ട് പിറ്റേന്നാണ് ഇഡിയുടെ ഈ നീക്കം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് ഇത്തരം പരിശോധന. എന്നാലും പൊടുന്നനെയുള്ള പരിശോധനയാണ്. കേരളത്തിന് പുറത്തുമുള്ള കേരളം, കർണാടക, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാമാണ് പരിശോധന നടക്കുന്നത്. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഗോവർദ്ധൻ്റെ ജ്വല്ലറിയിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലുമൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്വർണം ഉരുക്കി മാറ്റിയെന്ന് കരുതുന്ന സ്ഥാപനത്തിൽ പരിശോധന. പങ്കജ് ഭണ്ഡാരിയെ ഇപ്പോൾ തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടക്കുന്നു. ഇതിന് പുറമെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് ഭരണസമിതിയിലിരുന്ന തന്ത്രപ്രധാനികളായ വ്യക്തികളുടെ വീടുകളിലും ഓഫീസുകളിലും പരിശോധന. ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്തടക്കം പരിശോധന. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധന ശ്രദ്ധേയമാണ്. അതായത് ഈ കാലഘട്ടത്തിലെ ഇടപാടുകളടക്കമാവാം ഒരുപക്ഷെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ശേഖരിക്കുക. അന്ന് നടന്ന കത്തിടപാടുകൾ, അന്ന് നടന്ന നീക്കങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡുമായി നടത്തിയ മറ്റ് നീക്കങ്ങൾ, ഇക്കാര്യങ്ങളിലൊക്കെ അന്വേഷണം കടന്നു വരും. അതായത് ഇപ്പോൾ നടത്തിയ ഈ സ്വർണ്ണക്കടത്തിന് അപ്പുറം മറ്റ് ഇടപാടുകളിലേക്ക് കൂടിയുള്ള അന്വേഷണമായി ഇത് മാറുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മുഖ്യപ്രതികളുടെ സ്വത്തുവകൾ മരവിപ്പിക്കാനുള്ള നീക്കം നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. അതിൻ്റെ തുടർച്ച സ്വാഭാവികമായും ഉണ്ടാവുമെന്ന് കരുതും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. N വാസു, മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന N വാസു, ശബരിമല യുവതീ പ്രവേശന കാലത്തെ ഏറെ വിവാദമായിരുന്ന ആ കാലഘട്ടത്തിലൊക്കെ ദേവസ്വം കമ്മീഷണറും അധ്യക്ഷനുമൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. N വാസുവിൻ്റെ വീട്ടിലാണിപ്പോൾ പരിശോധന. അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം പേട്ടയിലെ വീട്ടിലാണ്, N വാസുവിൻ്റെ വീട്ടിൽ കൂടി പരിശോധന നടത്തുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന പ്രത്യേകതയുമുണ്ട്. N വാസു കസ്റ്റഡിയിലാണ്. പലവട്ടം ജാമ്യാപേക്ഷ നൽകിയിട്ടും അത് കോടതി അനുവദിച്ചിട്ടില്ല എന്ന സാഹചര്യമുണ്ട്. N വാസുവാണ് ഉത്തരവിൽ ചെമ്പ് പാളികളെന്ന് രേഖപ്പെടുത്തിയത്. അങ്ങനെ N വാസുവിൻ്റെ ഭാഗത്തു നിന്നും വലിയ ക്രമക്കേടുണ്ടായി എന്നതാണ് ദേവസ്വം SITയുടെ കണ്ടെത്തൽ. അതിന് പിന്നാലെ ഇപ്പോൾ ഇഡി കൂടി കളത്തിലിറങ്ങുന്നതോടുകൂടി N വാസുവിൻ്റെ വീട്ടിൽ നിന്നും പ്രധാനപ്പെട്ട തെളിവുകൾ പിടിച്ചെടുക്കാൻ കഴിയുമോ ഇഡിക്ക് എന്ന
ചോദ്യമാണ്. എൻ വാസുവിൻ്റെ വീട്ടിലും റെയ്ഡ് നടത്തുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. പത്മകുമാറിൻ്റെ വസതിയാണ് നമ്മൾ സ്ക്രീനിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്നത്. ആറന്മുളയിലെ പത്മകുമാറിൻ്റെ വസതിയിലും പരിശോധന നടത്തുകയാണ് ED. അതിന് പിന്നാലെ ദേവസ്വം ആസ്ഥാനമായ നന്ദൻകോട്ടെ ദേവസ്വം ആസ്ഥാനത്തും പരിശോധന നടക്കുന്നു. ഈ 3 ദൃശ്യങ്ങളും നമുക്ക് പ്രേക്ഷകരിലേക്ക് കാണാം. ചെന്നൈയിലെ അടക്കമുള്ള ദൃശ്യങ്ങൾ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. ഇങ്ങനെ 3 സംസ്ഥാനങ്ങളിലെ ഈ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രതികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണിപ്പോൾ പരിശോധന നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ സുപ്രധാനമായ നീക്കമാണിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്നും ഉണ്ടാവുന്നത്. വിവരശേഖരണമാണ് ലക്ഷ്യം. പ്രധാനപ്പെട്ട തെളിവുകൾ പിടിച്ചെടുക്കുക എന്ന നീക്കത്തിലാണിപ്പോൾ ED കടന്നിരിക്കുന്നത്. സജിത്ത്, 21 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റേതൊക്കെ സ്ഥലങ്ങളായിരിക്കും എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ 21 ഇടങ്ങളെന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളുടെ വീടുകളും ഓഫീസുകളുമാണ് 21 ഇടങ്ങളിൽ ഉൾപ്പെടുന്നത്. അത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായ ഇടമുണ്ട്. കേരളത്തിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ കസ്റ്റഡിയിൽ ഉള്ള പ്രതികളും അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും അടക്കം പരിശോധനയുണ്ട്. അങ്ങനെയാണ് 21 ഇടങ്ങൾ. ഈ 21 ഇടങ്ങളെ സംബന്ധിച്ച് ഒരു കൃത്യമായ ലിസ്റ്റ് ഒരുപക്ഷെ ED ഔദ്യോഗികമായി തന്നെ പുറത്തുവിടാൻ സാധ്യതയുണ്ട്. എന്തായാലും കൊച്ചിയിലെ ED ഓഫീസാണ് ഈ കേസ് ഇത് അന്വേഷിക്കുന്നത്, സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്നത്. സ്വമേധയായിട്ടാണ് ED ഈ കേസിലേക്ക് വരുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ED നേരിട്ട് തന്നെ കേസ് അന്വേഷണം ആരംഭിക്കാനുള്ള നീക്കം ആരംഭിക്കുകയും അതിൽ കോടതിക്ക് അപേക്ഷ നൽകുകയും ചെയ്തു. പക്ഷേ അത് SIT, സംസ്ഥാനത്ത് പ്രത്യേക കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുന്ന SIT ഇതിനെ എതിർത്തു. സമാന്തര അന്വേഷണം കേസിനെ ബാധിക്കുമെന്നതായിരുന്നു അവരുടെ നിലപാട്. പക്ഷേ അതിനെ തള്ളിക്കൊണ്ട് ഒടുവിൽ അവർക്ക് അനുകൂലമായ വിധിയുണ്ടാവുകയും ഒടുവിൽ ED അന്വേഷണം ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ സമാന്തര അന്വേഷണമാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ SITയുടെ അന്വേഷണത്തെ ബാധിക്കുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ അറിയേണ്ടതാണ്. പക്ഷേ നിലവിൽ ഇപ്പോഴത്തെ വിവരശേഖരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട 21 ഇടങ്ങളിൽ, തന്ത്രപ്രധാനമായ 21 ഇടങ്ങളിലാണിപ്പോൾ പരിശോധന നടക്കുന്നത്. സജിത്ത്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നു. അപ്പോൾ EDയുടെ നിർണായകമായ റെയ്ഡ് വരുന്നു. ഇത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അനുശ്രീ, തീർച്ചയായിട്ടും ഈ ശബരിമല സ്വർണ്ണക്കടത്ത് വിവാദങ്ങളൊക്കെ എപ്പോഴും രാഷ്ട്രീയ വിഷയമാണ്, തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നതാണ്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെട്ട വിഷയവും ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. UDFൻ്റെ വിജയത്തിനും ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിനും ഇടവച്ചതും ആ വിഷയമാണ് എന്ന വിലയിരുത്തൽ പൊതുവിൽ ഉണ്ടായിട്ടുള്ളതുമാണ്. അപ്പോൾ സ്വാഭാവികമായും നിയമസഭാ സമ്മേളനം നടക്കുന്ന ദിവസം തന്നെ, ആരംഭിക്കുന്ന ദിവസം തന്നെ EDയുടെ നീക്കമുണ്ടാവുന്നത് നിയമസഭയിലടക്കം ഇതൊന്നുകൂടി പരാമർശിക്കപ്പെടാനും വിവാദം സജീവമാക്കാനും ഇടവയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശബരിമല എന്നും ഒരു വിവാദ വിഷയമാണ്. അത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന വിഷയം കൂടിയാണ്. അതുകൊണ്ട് ആ തരത്തിൽ തന്നെ നീക്കമുണ്ടാവുമെന്ന് കരുതാം. നമുക്കറിയാം, ശബരിമല വിഷയത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വിവാദത്തിലാവുകയും സാഹചര്യമുണ്ടായി. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവരൊക്കെ ഏറെ വിവാദത്തിലായതാണ്. രണ്ടാമത് വന്നാൽ നോക്കുക, അന്ന് വാജിവാഹനം കൈമാറിയത്, തന്ത്രിക്ക് കൈമാറിയതിൽ UDF ഭരണസമിതിയും പ്രതിസന്ധിയിൽപ്പെട്ടതാണ്. ആ ദൃശ്യങ്ങളൊക്കെ അന്ന് വിവാദമാവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇതിന് ഇരുതല മൂർച്ചയുണ്ട് ഈ വിവാദങ്ങൾക്ക്. ഇപ്പോൾ EDയുടെ നീക്കവും വലിയ രീതിയിൽ ആ തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും, രാഷ്ട്രീയമായും ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. പൊതുവിൽ ചർച്ചകളിൽ നിന്ന്, മുൻനിരയിൽ നിന്ന് മാറി നിൽക്കുന്ന ശബരിമല വിഷയത്തെ ഒന്നുകൂടി സജീവമാക്കുന്നതായി EDയുടെ ഇപ്പോഴത്തെ നീക്കം മാറുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ സുപ്രധാനമായ പരിശോധനയിലേക്കാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. പിടിച്ചെടുക്കുന്ന രേഖകൾ ഏതൊക്കെ അത് എന്നതും പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് ഗേറ്റ് അടച്ചിട്ടുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഉദ്യോഗസ്ഥരൊക്കെ അവിടെ വന്നിട്ട് മടങ്ങിപ്പോണതൊക്കെ നമ്മൾ നേരത്തെയും കണ്ടതാണ്. അവർക്കാർക്കും അകത്തേക്ക് പ്രവേശനമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ തരത്തിലാണ് ഇപ്പോൾ പരിശോധന. അതിരാവിലെ തന്നെ ഇത്തരം കേന്ദ്രങ്ങളിലെത്തി പരിശോധന ആരംഭിച്ചിരിക്കുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നുള്ളതാണ്. വിവരശേഖരണമാണ് മുഖ്യം. പ്രധാനപ്പെട്ട തെളിവുകൾ പിടിച്ചെടുക്കുക, ഇതൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരം നീക്കത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു കേന്ദ്ര ഏജൻസി. സഹിത്ത്, അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് SITയുടെ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. SITയിലേക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളെ, അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായി നിൽക്കുന്ന ആളുകളെ തിരികെ കയറ്റാനുള്ള നീക്കമൊക്കെ ഉണ്ടായി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. അവിടേക്കാണ് ഇപ്പോൾ ED റെയ്ഡുമായി കടന്നു വരുന്നത്. ED കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നു വരുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. അത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയല്ലേ? യെസ്, സർക്കാരിനെ തീർച്ചയായും അത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്ന കാര്യം തർക്കമില്ല. കാരണം ഈ കേസിൽ ശബരിമല എന്നും ഒരു വിവാദ വിഷയമാണ്. സർക്കാരിന് മുന്നിൽ പ്രതിസന്ധി ഉണ്ടാകുന്നതാണ്. അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ SITക്കെതിരെ ആക്ഷേപമുള്ളപ്പോഴും ഒരു കാര്യമുള്ളത്, ഇന്നലെ വരെ SITയുടെ അന്വേഷണത്തിൽ കോടതി പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം ശരിയായ രീതിയിൽ എന്ന കാര്യം
എന്ന കാര്യം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആശ്വാസകരമാണ്. അതായത് അന്വേഷണ സംഘം സ്വതന്ത്ര ഏജൻസി എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻ്റ് ഒന്നും അതിൽ നടക്കുന്നില്ല എന്ന കാര്യമാണ് കോടതി സ്ഥിരീകരിച്ചത്. അപ്പോൾ കോടതി അംഗീകരിച്ച ഒരു അന്വേഷണ ഏജൻസി എന്ന രീതിയിൽ ആ തരത്തിൽ കൂടി നേട്ടമാണ്. അപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഒരു കാര്യം കൂടി നമുക്ക് പറയാം. തന്ത്രി കണ്ഠർ രാജീവരുടെ അറസ്റ്റ് കോടതി അതിനെ എങ്ങനെ നേരിടും, എന്ത് രീതിയിൽ വിലയിരുത്തുമെന്നത് ആകാംക്ഷയുണ്ട കാര്യമായിരുന്നു. ഇന്നലത്തെ റിപ്പോർട്ടിൽ കോടതി അക്കാര്യങ്ങളൊന്നും നേരിട്ട് പരാമർശിക്കുന്നില്ല. അതായത് എല്ലാം അന്വേഷണവും നന്നായി പോകട്ടെ എന്നതാണ് കോടതി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്. എന്ന് മാത്രമല്ല, അന്വേഷണത്തിൻ്റെ ഇതുവരെയുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികളിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു എന്നത് അന്വേഷണ സംഘത്തിന് ആശ്വാസകരമാണ് എന്നതാണ് സാഹചര്യം. കർണാടകയിലെ ബെല്ലാരിയിലടക്കം പരിശോധന നടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് ഉടൻ തന്നെ എത്തിക്കാം. അതായത് കർണാടക ഗോവർദ്ധൻ്റെ അവിടെ ബെല്ലാരിയിലെ ജ്വല്ലറിയിലും അദ്ദേഹത്തിൻ്റെ കേന്ദ്രങ്ങളിലുമാണ്, ബെല്ലാരിയിലെ കേന്ദ്രങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ഇതാ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ആ പരിശോധനയുടെ വിശദാംശങ്ങൾ. നന്ദൻകോട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം, ആറന്മുളയിലെ പത്തനംതിട്ട ആറന്മുളയിലെ പത്മകുമാറിൻ്റെ വീട്, തിരുവനന്തപുരം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.